കിറ്റെക്സ് കമ്പനിക്ക് മുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സമരം. ശമ്പളം നൽകുന്നില്ല എന്ന് തൊഴിലാളികൾ പറയുന്നു. ഇന്നലെ തൊഴിലാളികൾ പണിമുടക്കിയിരുന്നു. സാലി മുഹമ്മദ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. സ്വാലി, ഇത്തരത്തിൽ ശമ്പളം നൽകിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് തൊഴിലാളി ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് സാലി? അതായത് കിറ്റെക്സ് കമ്പനി, കിഴക്കമ്പലത്തെ കിറ്റെക്സ് കമ്പനിയിൽ ഒരു പ്രത്യേക തൊഴിൽ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് മുമ്പേ ആക്ഷേപം ഉയർന്നിരുന്നു. തൊഴിലാളികൾ മുമ്പും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അന്ന് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരോട് പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ പരിശോധനയ്ക്ക് എതിരെ കിറ്റെക്സ് കമ്പനി ഉടമ സാബു ജേക്കബ് പരസ്യമായി രംഗത്തെത്തുകയും സർക്കാരിനെ വിമർശിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പുതിയൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്, ഇന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ കമ്പനിയുടെ ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയെന്നുള്ളതാണ്. അവർ പറയുന്നത് തങ്ങൾക്ക് കൃത്യമായി കൂലിയില്ല, ശമ്പളമില്ല, സേവന വേതന വ്യവസ്ഥകളില്ല, കൃത്യമായ അവധിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പരാതികളായി അവർ പറയുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഇവർ പ്രതിഷേധത്തിലാണ്. ഇന്നലെ അവർ പലരും പണിക്ക് കയറിയിട്ടില്ല. അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് ഇന്ന് ആളുകൾ പണിക്ക് കയറിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആളുകൾ ഈ കമ്പനിക്ക് മുമ്പ് പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അതിൽ സ്ത്രീകളുമുണ്ട്. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ കമ്പനിക്ക് മുന്നിലെത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും പോലീസ് എത്തി, തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വാർത്തയാകുന്നു, പ്രശ്നമാകുന്നു എന്ന് മനസ്സിലായതോടുകൂടി മാനേജ്മെൻറ്റ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ, അവരുടെ തന്നെ ആളുകളെ തന്നെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ പിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ തർക്കം അവിടെ അവസാനിച്ചു. പക്ഷേ ആ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. മുൻപും ഇത്തരം ആക്ഷേപം ഈ കമ്പനി മാനേജ്മെൻറ്റിനെതിരെ പലതവണ ഉയർന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഇത് ഇത്തരത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയും ഈ പരാതിയുടെ പേരിൽ പരിശോധന നടത്തിയ ജില്ലാ ലേബർ ഓഫീസറെയും തൊഴിൽ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കുമെതിരെ വലിയ വിമർശനം നടത്തുകയാണ് കമ്പനി ഉടമയെ സാബു ജേക്കബ് ചെയ്തത്. അത് രാഷ്ട്രീയമായി ദുരുപയോഗിക്കപ്പെടുകയും ചെയ്തു. അയാൾ തങ്ങൾ കമ്പനിയുമായി ഇവിടെ നിന്ന് പറിച്ചു നടുന്നു, തെലങ്കാനയിലേക്ക് പോകുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ വലിയ വിവാദവും ഉയർന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു വിവാദങ്ങളുടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ സമരം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരൊറ്റ മലയാളികൾ അവിടെ തൊഴിലെടുക്കുന്നില്ല. വളരെ കുറച്ച് ഉയർന്ന വേതനക്കാരായ കുറച്ച് അവർക്ക് വേണ്ടപ്പെട്ട മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ചാളുകൾ മാത്രമേ മലയാളികളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് സ്ഥിര നിയമനമൊന്നുമില്ല. ഒരു 5-6 മാസത്തേക്ക് ഒരു ബാച്ചിനെങ്ങ് കൊണ്ടുവരും, അവർക്ക് 5-6 മാസം തൊഴിൽ കൊടുക്കും, കൃത്യമായ സേവന വേതന വ്യവസ്ഥകളില്ല, അതിന് രേഖകളില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അവർ സംഘടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ബാച്ച് അതേപടി അങ്ങ് പറഞ്ഞു വിട്ടിട്ട് പുതിയൊരു ബാച്ചിനെ അവർ കൊണ്ടുവരും. അങ്ങനെയാണ് കാലങ്ങളായി കിറ്റെക്സ് കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആക്ഷേപമൊക്കെ അന്തരീക്ഷത്തിൽ കുറേ നാളുകളായിട്ട് പരാതിയായി തൊഴിൽ വകുപ്പിന് മുമ്പിൽ ഉണ്ടായിരുന്നതാനും അതിൻ്റെ പേരിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധന അങ്ങനെ രാഷ്ട്രീയ കോലാഹലത്തിലാണ് അവസാനിച്ചത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിന് പ്രസക്തി ഏറെയുണ്ട്. ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ പരസ്യ പ്രതിഷേധവുമായി കമ്പനിക്ക് മുമ്പിൽ സംഘടിച്ചെത്തി എന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ ഏതെങ്കിലും ട്രേഡ് യൂണിയൻകാരെ ഇറക്കി വിട്ടതോ കമ്പനിക്കെതിരെ തിരിച്ചതോ അല്ല. കാരണം അവിടെ ഒരു ട്രേഡ് യൂണിയനും പ്രവർത്തിക്കാൻ മാനേജ്മെൻറ്റ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സമരത്തിന് ഏറെ പ്രസക്തിയുണ്ട്. വരും ദിവസങ്ങളിലും സമരവും പണിമുടക്കും തുടരും എന്ന് തന്നെയാണ് തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും.